അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബി, നമ്മൾ ഈ കഴിഞ്ഞ 15 ദിവസം നമ്മളെ ഉംറ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവാം. പരിശുദ്ധ മദീന ഉള്ളത്, ഹബീബിന്റെ ചാരുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ ഹസനയോട് കൂടെയുള്ള ഉംറ യാത്രയിൽ യാത്രാനുഭവങ്ങൾ എങ്ങനെ അനുഭവപ്പെട്ടു? വളരെ റാഹത്തായിട്ട് അനുഭവപ്പെട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ അതെ. പലരും പല സ്ഥലത്തും പോയിട്ട് പല കംപ്ലൈൻറ്റുകളാണ് കേൾക്കുന്നത്. ഭക്ഷണം കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല, റൂമിൽ സൗകര്യമില്ല. അൽഹംദുലില്ലാഹ് നമ്മളെ സംബന്ധിച്ച് യാതൊരു പരാതിയില്ല. എല്ലാ ആവശ്യത്തിലും കൂടി നമുക്ക് എത്ര അള്ളാഹിനെ സ്തുതിച്ചാലും മതിയാവില്ല. കാരണം നമ്മൾ അത്രയും സന്തോഷത്തിലാണ്, വന്നവരേറെ സന്തോഷത്തിലാണ് പോകണമെന്ന് പറയാൻ തെറ്റില്ല. കാരണം പോകാനുള്ള പ്രയാസം ഉണ്ടെങ്കിലും, ഹറമിന്ന് പോകാനുള്ള പ്രയാസം ഉണ്ടെങ്കിലും നമുക്കിവിടെ പോകാൻ സന്തോഷം തന്നെയാണ്. കാരണം നമ്മളെ കമ്പനിയായിട്ട് ശരിയാന്നുള്ള ബുദ്ധിമുട്ട് അത് വേറെ ഉണ്ട്, ഹറമിനോട് വരുന്ന വേറെ ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷേ ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മൾ കാര്യങ്ങളൊക്കെ ഇതുവരെ എല്ലാം ഭംഗിയായിട്ട് വളരെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ പൊതുവിനെ പറയുന്നുണ്ട്, നമ്മുടെ പാക്കേജിൽ 8 ഉംറകൾ ഉണ്ടാവും, ജബൽ നൂർ ഉണ്ടാവും, അതെല്ലാം പറയാറുണ്ട്. വാക്കുകളും പ്രവർത്തികളും നിങ്ങൾക്ക് നിങ്ങളായ ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഹസനയോടൊപ്പമുള്ള യാത്രയിൽ എന്ത് അനുഭവപ്പെട്ടു? എൻ്റെ ഹസനയിലെ യാത്രയിലെ എനിക്ക് അൽഹംദുലില്ലാ എന്ന് തന്നെ പറയാം. അൽഹംദുലില്ലാ എന്ന് പറയാം. പക്ഷെ എല്ലാവർക്കും സുഖമാണ്, അവർക്കും പരാതി ആരും ഞാൻ കേട്ടില്ല. എല്ലാവരും നല്ലതാണ് പറഞ്ഞത്. വന്ന ആൾക്കാരും നാട്ടിൽ നിന്ന് നല്ലത് തന്നെ പറഞ്ഞത്, എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെല്ലായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഭാര്യയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ കൂടെ വന്ന എൻ്റെ പെങ്ങൾക്കും എൻ്റെ മച്ചുണ്ട് അവരൊക്കെ പിന്നെ സന്തോഷം തന്നെയാണ് എന്നോട് പറഞ്ഞത്, കുഴപ്പമില്ല എന്നില്ല. പിന്നെ ഞാൻ എൻ്റെ മക്കൾ അതിൻ്റെ മുമ്പും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനാട്ടിലും ഒരു മെച്ചമാണെന്നാണ് എൻ്റെ ഭാര്യയും പറഞ്ഞത്. ഈ ഹസന ഗ്രൂപ്പിൻ്റെ കൂടെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച അന്ന് തന്നെ എന്നെക്കൊണ്ട് എൻ്റെ മുമ്പ് വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വളരെ ഉഷാറാണെന്ന്. അതവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ കുടുംബസമേതമാണ് പോകുന്നത്. ഹജ്ജിന് കൊടുത്തിരുന്നു. അപ്പോൾ ഹജ്ജിൻ്റെ മുമ്പ് ഒരു ഉംറ ചെയ്താൽ അത് വളരെ ഉപകാരപ്പെടും എന്ന് എൻ്റെ എളാപ്പയായ ഒരു ഉസ്താദുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തീർത്തും അക്ഷരാർത്ഥത്തിൽ അത് സത്യമാണെന്ന് ബോധ്യമായി. ഈ ഉസ്താദിൻ്റെ ഗൈഡൻസ് വളരെയധികം ഉപകാരപ്പെട്ടു. മാത്രമല്ല, ഞാൻ ഈ മക്കയും മദീനയും ചുറ്റുവട്ടത്തിലുള്ള സകല ചരിത്രങ്ങളും വള്ളിപുള്ളി വിടാതെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുകയും പഠിപ്പിച്ചു തരുകയും എല്ലാം മനസ്സിലാക്കി തരുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം, ഹസന സംരംഭം, ഒരു വമ്പിച്ച വിജയമായി ഭാവിയിൽ ആവിർഭവിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇവരെ നമുക്ക് തന്ന സർവീസ് എക്സലൻ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് അത്രയും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സർവീസാണ്. ഇനി ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നോളൂ. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. അദ്ദേഹം നമ്മുടെ കുടുംബാംഗങ്ങളെ മാതിരി നമ്മളെ കൊണ്ട് നടന്ന് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി തന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മളിൽ ഒരുത്തനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിന് അള്ളാഹു ഇരുലോകത്തും വിജയിപ്പിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ സംസാരം നിർത്തുന്നു. മൂന്നാമത്തെ യാത്രയാണ് സത്യം പറയുകയാണെങ്കിൽ ഉസ്താദിൻ്റെ കൂടെ ഉള്ളത്. ഒരിക്കൽ വരെ മദ്രസയിൽ നിന്ന് പോയതാണ്. അത് കഴിഞ്ഞ് 2 ഉംറ യാത്ര, ഇതിപ്പോൾ 2ാമത്തെ ഉംറ യാത്ര. കഴിഞ്ഞ യാത്രയിൽ എൻ്റെ മാതാപിതാക്കൾ, പെങ്ങന്മാർ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, എൻ്റെ അനിയൻ്റെ ഭാര്യ, അനിയൻ്റെ കുട്ടി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ടീച്ചർമാർ എല്ലാം കൂടെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അന്നത്തെ അനുഭവം വളരെ സ്തുതിയാർഹമാണ്. ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട രൂപത്തിലാണ്. അതായത് നമ്മളിലൊരുവൻ ഒരു അമീറല്ല, നമ്മളെപ്പോലുള്ള ഒരാളാണ്. എന്നാൽ അമീറാവേണ്ടടുത്ത് അമീറാവണമുണ്ട്, നിർദ്ദേശം തരുന്നിടത്തൊക്കെ തരുന്നുണ്ട്. എന്നാൽ നമ്മളെപ്പോലെ കളിച്ച് ചിരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നത്. ആ അനുഭവത്തിൽ നിന്നാണ് ഇപ്പോൾ പ്രാവശ്യം ഞാൻ സ്വന്തം വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അയക്കാണ് കൂടിയേക്കാണ്. മുമ്പത്തെ അനുഭവത്തിൽ നിന്നാണ് അത്. ഇപ്പോൾ ഇവിടെയുള്ള സേവനങ്ങളും വളരെ തൃപ്തികരമാണ്. ഇനി നമ്മോട് ആരെയും ചോദിക്കുകയാണെങ്കിൽ പറയലെന്താ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ കണ്ടതാണ്, വേറൊക്കെ ഉംറയിൽ വന്ന് ജിദ്ദയിലിട്ട് പോയി അങ്ങനെയൊക്കെ. പക്ഷെ മൂപ്പരോട് കഴിയുന്നതേ പറയാറുള്ളൂ, പറയുന്നതിനപ്പുറം ചെയ്തു തരുന്നുണ്ട്. അതൊരു സത്യമാണ്. അതൊരു പൊക്കലല്ല, ഇതൊരു യഥാർത്ഥമാണ്.
അപ്പോൾ അനുഭവമാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം വരാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വിചാരിക്കേണ്ട ഒരു കുടുംബസമേതം ഒരു വരവ് കൂടി വരണം എന്നൊക്കെ ഇൻഷാ അല്ലാഹ്. അല്ല പറഞ്ഞാൽ തുറന്നു പറയൂ. യാത്രയില് യാത്രയിലെല്ലാം സുഖമായിട്ട് വന്നിട്ടുണ്ട്. അല്ല ഇപ്പൊ ഹാപ്പിയാണോ? ഓക്കെ അല്ലേ? ആ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോ മനസ്സിലാവും. കബൂലാകട്ടെ. നല്ല യാത്ര, പോസിറ്റീവ് നെഗറ്റീവും പറയട്ടെ. അല്ല ഞാൻ ഇല്ലേ പറയുന്ന ആളാണ്. അപ്പോൾ നല്ല യാത്രയാണ്. നല്ല എന്താ, ഞാൻ അതിൻ്റെ മുന്നേ 2-3 ഇതിൽ ചോദിച്ചതായിരുന്നു. അപ്പോൾ അവിടെ ഓലൊക്കെ പറഞ്ഞത് 3 ഉംറ 4 ഉംറയൊക്കെയാണ്, മാക്സിമം 4 ഉംറയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ 5 ഉംറ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ പിന്നെ 3 ഉംറ 4 ഉംറ വേറെ കിട്ടില്ല. നല്ല സർവീസാണ്. പിന്നെ അമീറാണെങ്കിൽ നമ്മളെ കൂട്ടത്തിലെ ഒരാളെ പോലെ ഒരു ഗൈഡിന് വരെ ഒരു സാധാരണ പോലെ അങ്ങനെ നല്ല ചിരിച്ചും കളിച്ചും നല്ല അടിപൊളി സർവീസാണ്. റാത്താണ്, ഹാപ്പിയാണ്. ഞാൻ ഈ അസ്ന ഗ്രൂപ്പിൽ വരാൻ കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ മൂപ്പര് ബന്ധും കൂടിയായ സാലി ഉസ്താദ് പറഞ്ഞ കാരണത്താലാണ്. ഞാനാണ് ഇക്കാര്യം ഇതിലിപ്പോൾ കുറച്ച് ദൂരമുള്ള ആൾ. നമ്മുടെ അസ്ന ഗ്രൂപ്പിൽ വരാനുള്ള കാരണം അവിടെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, മുസ്താക്കന്മാരൊക്കെ ഇഷ്ടംമാതിരി കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ നമുക്ക് തൃപ്തികരമായ ഒരാളാണെന്ന് എല്ലാ നിലക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇതിൽ തീർന്നത്. തീർച്ചയായിട്ടും 100% ശരിയാണ്. നമുക്ക് നമ്മളെ അനിയനെ പോലെയും എല്ലാം പറയാൻ പറ്റിയ ഒരാളാണ്. ഒരു വലിയൊരു ഉസ്താദിൻ്റെ ഒപ്പം പറ്റാൻ അയാൾക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനമൊക്കെ മാനിച്ചിട്ട് അയാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ തമാശയിലും ഈ കാര്യത്തിലൊക്കെ ആയിട്ട് എല്ലാം പറയാൻ പറ്റിയ ഒരാളാണ്. അതുപോലെ തന്നെ നമ്മളോടുള്ള എല്ലാ പെരുമാറ്റവും വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷമായിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് പിരിയണമാതിരി തന്നെ ഉസ്താദിനായിട്ട് പിരിയാൻ നേരം നമുക്കൊരു ഭയങ്കര പ്രയാസമായിട്ടാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ ഈ പ്രസ്ഥാനം, ഈ സ്ഥാപനം അല്ലാഹു തആല ഉയർത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. ആദ്യം തന്നെ ഈ ചെറുപ്രായത്തിൽ ഉംറ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ ഒരു ആരോഗ്യമുള്ള ഈ സമയത്ത് തന്നെ ഉംറ ചെയ്യാനും പരിശുദ്ധമായ മക്കയും മദീനയും സന്ദർശിക്കാനും കഴിഞ്ഞതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. പിന്നെ പല സമയത്തും ആരോഗ്യം കൊണ്ട് നമ്മൾ പിന്നിലായ സമയത്തും ഉസ്താദിൻ്റെ വാക്കുകളാണ് ഒരുപാട് മോട്ടിവേഷൻ നൽകിയത്. അങ്ങനെ പരിശുദ്ധമായ ഈ 2 ഹറമുകളും സന്ദർശിക്കാൻ തൗഫീഖ് നൽകിയതിന് അള്ളാഹു നന്ദി പറഞ്ഞു നിർത്തുന്നു. ശുക്രാൻ. അൽഹംദുലില്ലാ, നല്ല റാഹത്തായ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശമായൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ദിവസത്തിനും പുറത്ത് കരുതി കൂടുതലായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും റാഹത്തായ അൽഹംദുലില്ലാ. ഓക്കെ ശുക്രാൻ.